സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂക്കേസ്റ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, വിച്ച് ഈസ് ഡിസിഷൻ മേക്കിംഗ്. ഇത് നമ്മൾ ഇപ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നിലല്ല, ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമിങ്ങിലും സെയിം ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് വേറെ ഏത് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തും പിന്നെയും നമുക്ക് റിമെമ്പർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് നോക്കാം. അപ്പോൾ എന്താണ്, ആ പേര് തന്നെ ഉണ്ട്. എന്തോ ഒരു ഡിസിഷൻ വരുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഇന്ന് മഴയില്ല, അതുകൊണ്ട് ഇന്ന് കറങ്ങാൻ പോവാന്ന്. അപ്പോൾ എന്താണ് എൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, മഴയില്ല എന്നുള്ളതാണ്. നല്ല മഴ പെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനു പോവില്ല, ഔട്ടിങ്ങിന് പോവില്ല. ഇപ്പോൾ മഴയില്ല, അതുകൊണ്ട് ഞാൻ ഔട്ടിങ്ങിന് പോവാണ്. അപ്പോൾ എൻ്റെ കണ്ടീഷൻ എന്താണ്, മഴയില്ല എന്നുള്ളതാണ്. അപ്പോൾ മഴയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ടീഷൻ ട്രൂ ആണ്, എനിക്ക് എന്തിനു പോവാം, ഔട്ടിങ്ങിന് പോവാം. മഴ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, എൻ്റെ കണ്ടീഷൻ ഫോൾസ് ആണ്, അപ്പം ഞാൻ എന്തിനു പോവില്ല, ഔട്ടിങ്ങിന് പോവില്ല. ഇത്രയും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെപ്റ്റ് ബുദ്ധിമുട്ടായി തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിൽ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യവുമായിട്ട് നിങ്ങൾ അതിനെ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു കണ്ടീഷൻ വെച്ച് ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ നമുക്കിതിനകത്ത് മെയിൻലി 3 കണ്ടീഷൻസാണ് പഠിക്കാനുള്ളത്. 1 ഇഫ് കണ്ടീഷൻ, 2 ഇഫ് എൽസ് കണ്ടീഷൻ, 3 ഇഫ് എലിഫ് എൽസ് കണ്ടീഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് സിമ്പിളാണ്. അതായത് ഈഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ മഴ പെയ്യുവാണെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യുവാണ് ഈഫ് റെയിൻ ഫോൾസ്. അപ്പോൾ അവിടെ മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ടീഷൻ ട്രൂ ആയി, എനിക്ക് ഔട്ടിങ്ങിന് പോവാം. അതല്ല, മഴ പെയ്തു, എൻ്റെ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഔട്ടിങ്ങിന് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ ഒരു കേസ് എടുത്തിട്ട് നോക്കാം. അപ്പം നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കീവേഡായിട്ട് യൂസ് ചെയ്യുന്നത് ഈഫ് എന്ന് പറയുന്ന കീവേഡാണ്. നിങ്ങളത് സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത്, കോഡ് ചെയ്യുന്ന സമയത്ത് സ്മോൾ ലെറ്റേഴ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ലാതെ അങ്ങനെ തന്നെ കൊടുക്കണം ഈഫ്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഈഫ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. കീവേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റിസർവ്ഡ് മീനിങ് ഉള്ള പൈത്തണിനകത്തുള്ള വാല്യൂസ് ആണ്, അല്ലെങ്കിൽ ഒരു കീവേഡാണ് നമ്മുടെ ഇഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഇഫ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ യൂസ് ചെയ്യണം. വേറെ നമ്മൾ അതിലൊരു ചേഞ്ചസും വരുത്താൻ പാടില്ല. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കി. നിങ്ങൾ ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്ന സമയത്ത്, എക്സാമിന് എഴുതുന്ന സമയത്ത് സിൻടാക്സും കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഒരു ഷോർട്ട് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ടായിരിക്കണം, ആൻഡ് ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഫ്ലോ ചാർട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഫ്ലോ ചാർട്ട് അത്രയും നിർബന്ധമില്ല, എന്നാലും നിങ്ങൾ സിൻടാക്സും ഒരു എക്സാമ്പിളും എന്തായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം. നോക്കിയേ, ഇവിടെ ആദ്യം എന്താ ചെയ്തേക്കുന്നത്, നമുക്കൊരു ടെസ്റ്റ് എക്സ്പ്രഷൻ കണ്ടീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ, അതാണ് എൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ ഫോൾസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവില്ല, എക്സിക്യൂട്ട് ആവില്ല. അതല്ല, അവിടെ മഴ പെയ്തു, അതായത് എൻ്റെ കണ്ടീഷൻ ട്രൂ ആയി എന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡി ഓഫ് ഈഫ് പാർട്ടായിരിക്കും വർക്കാവുക. അതായത് ഇഫ് പാർട്ടിനകത്ത് നമുക്ക് എന്ത് കോഡ് വേണമെങ്കിലും കൊടുക്കാം. പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ കണ്ടീഷൻസ് കൊടുക്കാം, ലൂപ്പ് കൊടുക്കാൻ പറ്റും, അങ്ങനെ എന്തും കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് എന്താണോ ഉള്ളത്, ആ ഒരു ഇഫ് കണ്ടീഷനകത്ത് എന്താണോ ഉള്ളത് അത് നമുക്ക് അവിടെ എക്സിക്യൂട്ടായിട്ട് വരും. അപ്പോൾ അതാണ് നമ്മൾ ആ ഫ്ലോ ചാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി താഴെയുള്ള എക്സാമ്പിൾ നോക്കി. നമ്മൾ ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യുവാണ്, യൂസർ നൽകിയിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്ന വാല്യൂ 0 ആണോ എന്നുള്ളത്. ആണ് എന്നുണ്ടെങ്കിൽ, അതായത് കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രിൻ്റ് ചെയ്യണം 0 എന്ന് പറഞ്ഞിട്ട്. കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും വർക്കാവില്ല. എന്താണ്, ആ കണ്ടീഷന് പുറത്തൊരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ലേ, അത് അവിടെ പ്രിൻ്റായി വന്നോളും. അതായത് ആ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിനും ഇഫും തമ്മിലൊരു ബന്ധവും ഇല്ല. അത് ഡീഫോൾട്ടായിട്ട് അവിടെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഒരു ഇഫ് കണ്ടീഷൻ ട്രൂ ആകുന്ന സിറ്റുവേഷൻസിൽ മാത്രമേ വർക്കാകത്തുള്ളൂ. അതായത് ഇപ്പം ഞാൻ യൂസർ എൻ്റർ നമ്പർ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്ന സമയത്ത് 0 എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂ കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്ത് വരും, 0 എന്ന് പ്രിൻ്റ് ചെയ്ത് വരും, ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇപ്പം ഞാൻ 1 എന്ന് പറഞ്ഞ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഔട്ട്പുട്ട് വരില്ല. പക്ഷേ താഴെ എനിക്ക് എന്ത് വരും, ദിസ് ഈസ് ഓൾവേസ് പ്രിൻറ്റഡ് എന്ന് പറഞ്ഞ് വരും. അതിപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിലും അത് പ്രിൻ്റ് ചെയ്ത് വരും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും അത് പ്രിൻ്റ് ചെയ്ത് വന്നോളും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയേ. യൂസർ ഇൻപുട്ടായിട്ട് 0 കൊടുത്ത സമയത്ത് എനിക്ക് 0 എന്ന് പ്രിൻ്റ് ചെയ്ത് വന്നു. ഈ 0 പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയുള്ളതായിരുന്നു,
ഇഫ് കണ്ടീഷനകത്തുള്ളതായിരുന്നു. ആൻഡ് നമ്മൾ പറഞ്ഞു താഴെയായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിൻറ്റ് ഡീഫോൾട്ടായിട്ട് അതിപ്പോൾ കണ്ടീഷൻ ട്രൂ ആയിരുന്നാലും ഫോൾസ് ആയിരുന്നാലും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്നതായിരുന്നു. അപ്പോൾ അതും ദിസ് ഈസ് ഓൾവേസ് പ്രിൻറ്റഡ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വന്നു. രണ്ടാമത്തെ നോക്കിയേ, എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ റൺ ചെയ്ത സമയത്ത് വന്നപ്പോൾ ഞാൻ 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ എന്താണ്, എനിക്ക് ആ കണ്ടീഷനകത്തുണ്ടായിട്ടുള്ള ഒരു കോഡും വർക്കായില്ല. പകരം കണ്ടീഷന് പുറത്തുണ്ടായിരുന്ന പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് വർക്കായത്, വിച്ച് ഈസ് ദിസ് ഈസ് ഓൾവേസ് പ്രിൻറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈഫ് കണ്ടീഷൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. അടുത്ത കണ്ടീഷനാണ് നമ്മുടെ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ കാര്യമായിട്ട്, അതായത് ഇഫിനേക്കാളും കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല. അതായത് നമുക്ക് എൽസ് പാർട്ടിനെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. കാരണം ഇഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്. ഇഫ് ഒരു കണ്ടീഷനാണ്, നമുക്ക് അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. അത് ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷനകത്തുള്ള കോഡ് വർക്കാവും. ഫോൾസ് ആയി കഴിഞ്ഞാലാണ് ഇവിടുത്തെ ചേഞ്ച് വരുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ കേസിൽ ട്രൂ ആയാൽ മാത്രമേ അതിനകത്ത് കോഡ് വർക്കാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അറിയാം ഫോൾസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വർക്കാവണം, നമുക്കത് കണ്ടീഷൻ ഫോൾസ് ആയി എന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ യൂസർ നൽകിയേക്കുന്ന ഇൻപുട്ട് 0 അല്ലാത്ത വേറെ ഏതെങ്കിലും നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കാവാൻ ഒരു പാർട്ട് വേണം. അതാണ് നമ്മുടെ എൽസ് പാർട്ട്. അതായത് ആ ഫ്ലോ ചാർട്ട് നോക്കി, ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇഫിൻ്റെ ബോഡിയിലോട്ട് പോകും, എക്സ്പ്രഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എൽസിൻ്റെ ബോഡിയിലോട്ടായിരിക്കും പോവുക. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ചെറിയ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, യൂസറിൻ്റെ അടുത്ത് നിന്ന് ഒരു ഇൻപുട്ട് എടുക്കുന്ന സമയത്ത് അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പോസിറ്റീവ് നമ്പർ ഓർ 0 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വരണം. അതല്ല, അത് വേറെ ഏതോ നെഗറ്റീവ് മാർക്കുള്ള ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നെഗറ്റീവ് നമ്പർ എന്നും പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ആ കോഡിലൂടെ നോക്കിയേ, നമ്മൾ നോർമലി യൂസറിൻ്റെ അടുത്ത് നിന്ന് നം എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തോട്ട് ഇൻപുട്ട് എടുത്തു. ഇനി ഞാൻ ആ നം വെച്ചിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇഫ് നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, 0നേക്കാളും ഗ്രേറ്ററോ അല്ലെങ്കിൽ 0ന് ഈക്വലോ ആണ് നമ്മിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ എനിക്ക് പോസിറ്റീവ് നമ്പർ ഓർ 0 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വരണം. അതല്ല, യൂസർ നൽകിയേക്കുന്ന വാല്യൂ 0യും അല്ല പോസിറ്റീവ് നമ്പറും അല്ല ഒരു നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എൽസ് പാർട്ടാണ് വർക്കാവേണ്ടത്. അതായത് എൻ്റെ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ എൻ്റെ കണ്ടീഷൻ വർക്കാവേണ്ടത് എൽസ് ബ്ലോക്കിനകത്ത് എന്താണോ കൊടുത്തേക്കുന്നത് അതാണ്. അപ്പോൾ എൽസ് പാർട്ടിൽ എന്താ നമ്മൾ കൊടുത്തേക്കുന്നത്, ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് നെഗറ്റീവ് നമ്പർ എന്നും പറഞ്ഞാണ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയേ, ഫസ്റ്റ് തവണ നമ്മൾ റൺ ചെയ്തപ്പോൾ ഞാനൊരു പോസിറ്റീവ് നമ്പർ കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് പ്രിൻറ്റ് ചെയ്ത് വന്നു, പോസിറ്റീവ് നമ്പർ ഓർ 0 എന്ന് പറഞ്ഞു വന്നു. അതായത് ആ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണുള്ളത്, ഇഫിൻ്റെ അണ്ടറിൽ വരുന്ന ബ്ലോക്കിനകത്താണ് ഉള്ളത്. ഇനി ഞാൻ വേറൊരു തവണ റൺ ചെയ്ത സമയത്ത് ഞാനൊരു -2 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വാല്യൂ ഇൻപുട്ടായിട്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് ഏത് പാർട്ടാണ് വർക്കാവേണ്ടേ, കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് തന്നെ എൽസിൻ്റെ അണ്ടറിലുള്ള ബ്ലോക്ക് ആയിരിക്കണം വർക്കാവേണ്ടത്. അപ്പോൾ എനിക്ക് എന്ത് പ്രിൻറ്റ് ചെയ്ത് വന്നു, നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വന്നു. ഇത് പറയുമ്പോൾ, അതായത് നമ്മൾ ഈ കോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ തിങ് ആണ്, പൈത്തൺ കോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്, പൈത്തൺ എന്ന് പറയുന്നത് നമ്മളൊരു ഇൻഡൻറ്റേഷൻ മെയിൻലി നോക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ മറ്റ് ലാംഗ്വേജിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജാവയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെയും ബ്ലോക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേളി ബ്രേസസ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പൈത്തണിനകത്ത് കേളി ബ്രേസസ് കോൺസെപ്റ്റ് ഒന്നുമില്ല ഓരോ ബ്ലോക്കിനെ തരംതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ഇൻഡൻറ്റേഷനാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ ആ എക്സാമ്പിൾ നേരത്തെ ഇഫിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിയേ, ഇഫ് നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കൊടുത്തു, കൂടെ ഞാനൊരു കോളനും കൂടെ കൊടുത്തു. നമ്മൾ ഇഫ് കണ്ടീഷൻ, ഫോർ ലൂപ്പ്, അതുപോലെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം കോളൻ കൊടുക്കണം. ഈ കോളൻ കൊടുത്ത് നമ്മൾ എൻ്റർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത ലൈനുകളെല്ലാം വരുന്നത് ഒരു ടാബ് സ്പേസ് മാറിയിട്ടായിരിക്കും. അതായത് താഴോട്ട് വരുന്ന കോഡുകളെല്ലാം ഒരേ ലൈനിൽ ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ കോഡുകളെല്ലാം മേലെയുള്ള ഇഫിൻ്റെയോ ഫോറിൻ്റെയോ എല്ലാം ഭാഗങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഓരോ ടാബ് വെച്ചിട്ട് വേണം, ഓരോ സ്പേസ് കണ്ടിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഓരോ കോഡും ഏത് ബ്ലോക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇഫും എൽസും സെയിം ലൈനിലാണ് കിടക്കുന്നത്. പക്ഷേ ഇഫിനകത്ത് പ്രിൻ്റ് ഒരു ടാബ് സ്പേസ് മാറിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളത് കണ്ടിട്ട് മനസ്സിലാക്കണം ആ പ്രിൻ്റ് എന്ന് പറയുന്നത് ഇഫിനകത്താണ് വരുന്നതെന്നുള്ളത്. പക്ഷേ എൽസ് നോക്കിയേ, എൽസ് പ്രിൻറ്റിൻ്റെ താഴെയല്ല വന്നത്, പകരം ഇഫിൻ്റെ താഴെയാണ് വന്നത്. അപ്പോൾ ഈ ഇഫും എൽസും ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണല്ലോ.
അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത്, അതായത് സെയിം ലൈനിൽ നിൽക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അതായത് ഇഫിൻ്റെ കൂടെയാണല്ലോ നമ്മൾ എൽസ് പഠിക്കാറ്. അപ്പോൾ ഇഫ് എവിടെയാണോ നിൽക്കുന്നത് ആ സെയിം ലൈൻ തന്നെയായിരിക്കും എൽസും നിൽക്കുക. അപ്പോൾ എൽസ് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെയും ഒരു കോളൻ കൊടുത്തു. അവിടുന്ന് എൻ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത ലൈനും ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എൽസിൻ്റെ അണ്ടറിൽ വരുന്ന കോഡുകളെല്ലാം ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ പൈത്തൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ടാബ് സ്പേസ് നമ്മളത് പൈത്തണിൽ ഓട്ടോമാറ്റിക്കലി ടാബ് സ്പേസ് വന്നോളും. പക്ഷേ ചില കേസിൽ നമുക്ക് അതിൻ്റെ ഒരു ചില അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ നമുക്ക് ലൂപ്പിൽ നിന്ന് പുറത്തു പോകാനോ അല്ലെങ്കിൽ കണ്ടീഷനിൽ നിന്ന് പുറത്തൊരു കോഡ് ചെയ്യാനൊക്കെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി അത് ചെയ്യേണ്ടി വരും. അതായത് ടാബ് സ്പേസ് ഒഴിവാക്കിയിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ബാക്കി ടാബ് സ്പേസുകളെല്ലാം പൈത്തണിൽ നമുക്ക് ഐഡിയലി ഓട്ടോമാറ്റിക്കലി നമ്മൾ എൻ്റർ അടിക്കുന്ന സമയത്ത് വന്നോളും. അപ്പോൾ അതാണ് നമ്മുടെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇഫ് എലിഫ് എൽസ്. ഇതിനകത്ത് ഇഫും എൽസും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പുതുതായി വരുന്നത് എലിഫ് മാത്രമാണ്. ഈ എലിഫ് എന്ന് പറയുന്നത് എൽസ് ഇഫിൻ്റെ ഷോർട്ട് ഫോമാണ് എലിഫ് എന്ന് പറയുന്നത്. നമ്മൾ വേറെ ലാംഗ്വേജിലൊക്കെ എൽസ് ഇഫ് എന്നൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷേ പൈത്തണിനകത്ത് നമ്മൾ എലിഫാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കിയേ. നമുക്ക് ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു ബോഡി ഓഫ് കോഡ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് എലിഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര എക്സ്പ്രഷൻ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു പൈത്തണിനകത്ത് ഒരു ഇഫും അതിന് കറസ്പോണ്ടിങ് ഒരു എൽസും ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും എലിഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇഫിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എലിഫിനകത്ത് എത്ര എലിഫ് ഉണ്ടോ അത്രയും എലിഫിൻ്റെ കണ്ടീഷൻ അത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അതല്ല എലിഫിനകത്ത് എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആയെന്ന് വിചാരിക്കുക, അപ്പം നമ്മുടെ ഏറ്റവും താഴെയുള്ള എൽസ് പാർട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അതിനു മുന്നേ നമുക്കതിൻ്റെ ഫ്ലോ ചാർട്ട് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓഫ് ഇഫിലൂടെ ഇഫിൻ്റെ ബോഡി പാർട്ടിലോട്ടായിരിക്കും അതിൻ്റെ ഫോക്കസ് പോകുന്നുണ്ടാവുക. നമ്മുടെ എക്സ്പ്രഷൻ ഫോൾസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എലിഫിൻ്റെ കേസിൽ നേരെ എലിഫിലോട്ടായിരിക്കും അതിൻ്റെ ഫോക്കസ് വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഓരോ എലിഫും അത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും എവിടം വരെ നമ്മുടെ കണ്ടീഷൻ ട്രൂ ആകുന്ന വരെ. അപ്പോൾ ഏതെങ്കിലും ഒരു എലിഫ് കേസിൽ നമ്മുടെ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫ് കോഴ്സ് എലിഫിൻ്റെ ബോഡി പാർട്ടിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഇനി നമ്മുടെ ഏത് എലിഫും നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ എന്താണ് കണ്ടീഷൻ പിന്നെയും ഫോൾസ് ആയി. അപ്പോൾ ഏത് പാർട്ടിലോട്ട് പോകും? എൽസിൻ്റെ ബോഡി പാർട്ടിലോട്ടായിരിക്കും പോവുക. അതാണ് നമ്മുടെ ഫ്ലോ ചാർട്ട് പറയുന്നത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ നോക്കിയേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസറിൻ്റെ അടുത്ത് നിന്ന് നം എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ഇൻപുട്ട് എടുത്തു. നമ്മൾ ചെക്ക് ചെയ്യുവാണ് ഇഫ് നം ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ യൂസർ കൊടുത്തേക്കുന്ന ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഇഫിൻ്റെ ബോഡി പാർട്ട് വർക്ക് ചെയ്യും, വിച്ച് ഈസ് പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരും. അപ്പോൾ അതല്ല, യൂസർ 0 എന്ന് പറയുന്ന നമ്പർ അല്ല തന്നേക്കുന്നത്, യൂസർ വേറെ ഏതോ നമ്പറാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എലിഫിൻ്റെ കണ്ടീഷനിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ് എലിഫ് നം ഈക്വൽ ടു 0 ആണോ, അതായത് യൂസർ നൽകിയേക്കുന്ന ഇൻപുട്ട് 0 ആണോ എന്നുള്ളത്. നമ്മൾ ഇഫിൻ്റെ കേസിൽ നമ്മൾ 0-നേക്കാളും ഗ്രേറ്റർ ആയ വാല്യൂ ആണോ എന്നാണ് ചെക്ക് ചെയ്ത്. എലിഫിൻ്റെ ഭാഗത്ത് നമ്മൾ 0-ന് ഈക്വൽ ആണോ, അതായത് യൂസർ നൽകിയേക്കുന്ന ഇൻപുട്ട് 0 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് കണ്ടീഷൻ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എലിഫിൻ്റെ ബോഡി പാർട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതായത് നമുക്ക് 0 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് വരും. ഇനി അതുമല്ല, എലിഫിൻ്റെ കണ്ടീഷനും ഫോൾസ് ആണ്, യൂസർ 0-നേക്കാളും ഗ്രേറ്റർ ആയ വാല്യൂ അല്ല തന്നേക്കുന്നത്, അതുമല്ല 0-യും അല്ല തന്നേക്കുന്നത്, വേറെ ഏതോ നമ്പറാണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് പാർട്ട് മാത്രം വർക്ക് ചെയ്താൽ മതി? എൽസ് പാർട്ട് മാത്രം വർക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്ത് പ്രിൻ്റ് ചെയ്ത് വരും? നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് വരും. അപ്പോൾ ഔട്ട്പുട്ട് നോക്കിയേ. ഫസ്റ്റ് കേസിൽ ഞാൻ 5 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു. അപ്പോൾ എനിക്കവിടെ പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്തു. കാരണം ഇഫിൻ്റെ കണ്ടീഷനാണ് ഇവിടെ ട്രൂ ആയേക്കുന്നത്, അതായത് യൂസർ നൽകിയിരിക്കുന്ന ഇൻപുട്ട് 0-നേക്കാളും ഗ്രേറ്റർ ആണ്. സോ പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്ന ഇഫിൻ്റെ ബോഡി പാർട്ട് വർക്ക് ചെയ്തു. രണ്ടാമത് ഞാൻ റൺ ചെയ്തപ്പോൾ ഇൻപുട്ട് 0 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എൻ്റെ എലിഫ് പാർട്ട് എന്ത് ചെയ്തു? സാറ്റിസ്ഫൈഡ് ആയി, വിച്ച് ഈസ് ട്രൂ ആയി. അതുകൊണ്ട് എൻ്റെ എലിഫിൻ്റെ ബോഡി പാർട്ടാണ് പ്രിൻ്റ് ചെയ്ത് വന്നേ, വിച്ച് ഈസ് 0 എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് വന്നു. മൂന്നാമത് ഞാൻ കൊടുത്ത സമയത്ത് ഒരു നെഗറ്റീവ് നമ്പറാണ് കൊടുത്തത്, അതായത് മേലത്തെ ഇഫ് കണ്ടീഷൻ വർക്കായില്ല, എലിഫും വർക്കായില്ല. അപ്പോൾ ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ എൽസ് പാർട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതുകൊണ്ട് എൽസ് ബോഡിനകത്തുള്ള നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞും എനിക്ക് പ്രിൻ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്.